ഒരു പക്ഷേ നീ നന്നാകുകയില്ല എന്നും നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുകയില്ലെന്നും നിനക്ക് വിരോധമായി പലരും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിനക്കെതിരെ ആഭിചാരങ്ങൾ ചെയ്തവരും നിന്റെ കുടുംബം ഗതി പിടിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവരും കാണാം. തമ്പുരാൻ ഇതിനെയെല്ലാം പൊളിക്കും. പ്രാർത്ഥനാ വിഷയത്തിൽ മാറ്റമില്ല, അകത്ത് കയറിയ ദർശനത്തിൽ മാറ്റമില്ല, ലക്ഷ്യത്തിൽ മാറ്റമില്ല. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നല്ല, കിട്ടും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. കരച്ചിലിന്റെ ലക്ഷ്യം. ചിരിക്കുന്ന എല്ലാവർക്കും ലക്ഷ്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാ ലക്ഷ്യത്തിന് അവൻ ചിരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ കരഞ്ഞവനെല്ലാം, ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി കരഞ്ഞവരുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ചിലത് ദൈവം പണിയിപ്പിക്കും. തിരുവെഴുത്തുകളിൽ കരഞ്ഞ, ദൈവസന്നിധിയിൽ കരഞ്ഞ എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേരാണ് ഹന്ന. പള്ളിക്കകത്തിരുന്ന് കരഞ്ഞതിന് അവക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ചില വിഷയങ്ങളെ ടാർഗറ്റ് വെച്ച് കരയുന്നവരുണ്ട്. നിന്റെ സമയം വരാൻ പോവുക.